ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റായ പോഹ ഉപ്മാവ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിലേക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം അവിലെടുത്തിട്ടുണ്ട്. വെള്ള അവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മീഡിയം തിക്നെസ് ആയിട്ടുള്ള ഒരു അവിൽ വേണം നമുക്കിതിലേക്ക് എടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. അവില് നല്ലവണ്ണം കഴുകിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 1 മിനിറ്റോളം ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കുക. 1 മിനിറ്റ് കുതിർത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഇതിനെ വെള്ളത്തിൽ നിന്ന് വാർത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അവിൽ ഉപ്മാവ് തയ്യാറാക്കി തുടങ്ങാം. അതിലേക്കായിട്ട് ഞാനിപ്പോൾ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പോളം കടല ചേർക്കുന്നുണ്ട്. ഇതിനെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് ആദ്യം ഇതിനെ കോരി മാറ്റി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്യാനായിട്ട്. ഇതേ സെയിം ഓയിലിലേക്ക് തന്നെ ഞാൻ 1/4 സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു മീഡിയം സൈസിന് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 സ്പൂണോളം ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഞാൻ പകുതി ലെമണിൻ്റെ ജ്യൂസ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അവില് ചേർത്ത് കൊടുക്കാം. അവില് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അവിൽ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടൊരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അവിലിപ്പോൾ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കടലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പോളം മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ പോഹ ഉപ്മാവ് റെഡിയാണ്.